ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ പറഞ്ഞ് നമ്മൾ ആ ദിവസം വന്നെത്തിയിരിക്കുകയാണ് ഗായ്സ്. വേറെ ഒന്നല്ല, ഇന്നാണ് ശ്രീകുട്ടീൻ്റെ മാരേജ്. ഞങ്ങളെല്ലാവരും ഗുരുവായൂരിലാണ് ഉള്ളത്. ഏട്ടൻ ഇതാ രാവിലെ തന്നെ എണീറ്റ് വന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ രാത്രി എങ്ങാനും ആ അലമാരേൻ്റെ മുകളിൽ ചാരി നിന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ഇനിയെന്നൊക്കെയാണ് ഏട്ടൻ പറയുന്നത്. എനിക്ക് തോന്നുന്നു ഏട്ടൻ സ്വപ്നം കണ്ടതാണെന്ന്. അർച്ചന അവൾക്ക് ഇടാനുള്ള ഡ്രസ്സൊക്കെ സെറ്റാക്കി വെക്കുകയാണ്. പിന്നെ അച്ചു എണീറ്റിട്ടുണ്ടായിരുന്നില്ല. ഏട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനൊന്ന് എണീപ്പിക്കാൻ. അവന് വേഗം എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പരിപാടി കഴിഞ്ഞല്ലോ. കുറച്ചുകൂടെ കഴിഞ്ഞാൽ എന്തായാലും നല്ല തിരക്കായി പോകും. അച്ചു ആണെങ്കിൽ ഞങ്ങളെ കയ്യിലൊന്നും ഉണ്ടാവാനും ചാൻസ് ഇല്ല. അവനിങ്ങനെ പാറി പറന്ന് നടക്കുകയായിരിക്കും. അപ്പോൾ ഫുഡ് എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ അവൻ കച്ചറയാക്കും ചെയ്യും. അതുകൊണ്ട് ഞാൻ അവനുള്ളത് വേഗം ഏട്ടനോട് വാങ്ങി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും വാങ്ങാൻ വേണ്ടി പോയപ്പോൾ ഞാനും അർച്ചനയും കൂടെ ഫ്രഷ് ആയിട്ട് ഡ്രസ്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. റെഡി ആയിട്ടില്ല മൊത്തത്തിൽ, പക്ഷേ ഡ്രസ്സൊക്കെ മാറ്റി നിൽക്കുകയായിരുന്നു. വെള്ളപ്പാണ് അവർ കൊണ്ടുവന്ന്. അച്ചു ആണെങ്കിൽ നന്നായിട്ടൊന്നും കഴിക്കുന്നില്ല, കുറച്ചൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നേ. പിന്നെ അവൻ ഇന്നലെ വാങ്ങിയ കൂളിംഗ് ഗ്ലാസ് ഞാൻ അപ്പോഴാണ് കാണിച്ചു കൊടുത്തത്. അവൻ മുഖത്തുനിന്ന് എടുത്ത് എറിയുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അവൻ ഒറ്റയ്ക്ക് വെക്കാനും നോക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ ഈ സൂപ്പറാന്നൊക്കെ പറയുമ്പോൾ അവനൊന്ന് വെച്ച് നോക്കുന്നുണ്ട്. പക്ഷേ അപ്പം തന്നെ എടുത്ത് കളയാണ് കേട്ടോ. ഒരു വെള്ളപ്പത്തിൻ്റെ പകുതി അവൻ കഴിച്ചുള്ളൂ. പിന്നെ ഏട്ടൻ തന്നെ അവനെ കുളിപ്പിച്ച് റെഡിയൊക്കെ ആക്കിയേ. അത് കഴിഞ്ഞപ്പോഴേക്ക് ചെക്കനാകെ ആൾ മാറിപ്പോയിട്ടോ. വലിയ കാരണവരെ പോലെ നടക്കാനൊക്കെ തുടങ്ങി. ഷൂവിൻ്റെ അടുത്തേക്കൊക്കെ പോയി ഷൂ ഒക്കെ ഇടുന്നുണ്ടായിരുന്നേ. തിരക്കിട്ട് ഷൂ ഇടുന്ന സമയത്ത് ഓനവിടെ വീഴും ചെയ്തേ. പിന്നെ ഷൈനിമേമ വന്നിട്ടുണ്ടായിരുന്നു എന്തായി ഒരുക്കങ്ങൾ എന്നൊക്കെ അറിയാൻ. ഞങ്ങളിതാ നേരത്തെ എണീറ്റെന്നേ ഉള്ളൂ. ഒന്നും ആയിട്ടില്ല കേട്ടോ. ഏട്ടനും പ്രഭുവും തീരെ റെഡി ആയിട്ടില്ല. ഞാനും അർച്ചനയും ഡ്രസ്സ് ഇട്ടെന്നേ ഉള്ളൂ. മാത്രമല്ല ധാവണി ആയതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഉടുക്കാറിയില്ലേ. ശ്രീകുട്ടീനെ ഒരുക്കിയതിന് ശേഷം എനിക്കും അർച്ചനയ്ക്കും സാരി ഉടുപ്പിച്ച് തരാമെന്ന് ദീപേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അവരെ റൂമിലേക്ക് വന്നതാണ്. ഇവിടെ ആവുമ്പോൾ വേഗം അത് കഴിഞ്ഞാൽ ഒരുങ്ങിയിട്ട് പോവാലോ. മുഹൂർത്തം ആവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ റെഡിയായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് നോക്കുക കേട്ടോ. പിന്നെ എല്ലാവരും റെഡി ആയിട്ട് താഴോട്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാനും അർച്ചനയും മാത്രമായിരുന്നു കേട്ടോ ഒന്നും ആവാങ്ങ. ശ്രീകുട്ടീനെ മേക്കപ്പൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ അമ്പലത്തിലേക്ക് പോയേ. പിന്നെ ഞാനും ദീപേച്ചി അർച്ചനയും മാത്രമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നേ. ഞങ്ങളെ പരിപാടിയും കഴിഞ്ഞിട്ട് റൂമിലേക്ക് വന്നതാണ് ചെരുപ്പിടാൻ. അവിടെ അച്ചു ഏട്ടനും ഉണ്ടായിരുന്നു. പിന്നെ അവരെ കൂടെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങിയേ. ദീപേച്ചീനെ ഹോട്ടലിലാക്കിയിട്ടോ ഫുഡ് കഴിക്കാൻ. ഞാനും അർച്ചനയും ഒന്നും കഴിച്ചിട്ടില്ല. അവിടെ കല്യാണമൊക്കെ കഴിയാറായി എന്ന് കേട്ടിട്ട് ഞങ്ങൾ വേഗം അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്ക് എന്തായാലും കല്യാണം കഴിയാനാണ് ചാൻസ്. ശരിക്കും ഞങ്ങൾ രാവിലെ 5 മണിക്കെങ്ങാനും എണീറ്റിട്ട് ഫ്രഷ് ആയിട്ടൊക്കെ ഇരിക്കുന്നതാണ്. എന്ത് ചെയ്യാനാ, സാരി ഉടുക്കാൻ അറിയാത്തതുകൊണ്ടാണ് ഇപ്പം ഇത്രയും ലേറ്റ് ആവാൻ കാരണം. ഞങ്ങൾക്ക് വഴി കാണിച്ചു തരാൻ വന്നതാണ് അച്ചു ഏട്ടനും കൂടെ. പക്ഷേ എത്ര നടന്നിട്ടും അവരുടെ അടുത്തേക്ക് ഞങ്ങൾക്ക് എത്താൻ പറ്റിയില്ല. ബാക്കോട് തിരിഞ്ഞപ്പോൾ ഞങ്ങളെ കാണായിട്ടാണെന്ന് തോന്നുന്നു അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ എത്തിയപ്പോൾ ഏട്ടൻ പറഞ്ഞ് കല്യാണം കഴിഞ്ഞെന്ന്. ആരാ പറഞ്ഞതെന്നൊന്നും അറിയില്ല. എന്തായാലും കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കൊരു വീഡിയോ പോലും എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, അങ്ങോട്ട് പോയി നോക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ കല്യാണം കഴിഞ്ഞ് എല്ലാവരും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നേ. പോകുന്ന വഴിക്കൊക്കെ ഓരോരുത്തർ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്താ ലേറ്റ് ആയെന്ന്. അപ്പം ഏട്ടൻ എൻ്റെ അടുത്ത് ചോദിക്കുക ഇനിയിപ്പം നമ്മൾ അങ്ങോട്ട് പോകണോ, എല്ലാം കഴിഞ്ഞില്ലേന്ന്. അപ്പം ഞാൻ പറഞ്ഞ് എന്തായാലും പോയേക്കാം, കഷ്ടപ്പെട്ട് സാരി കൊടുത്തതല്ലേ, 2 ഫോട്ടോസ് എങ്കിലും അവരത് കിട്ടിയില്ലെങ്കിൽ ഞങ്ങളതെങ്കിലും എടുത്തൂടേന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. ഇന്നിവിടെ ഒരുപാട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ലേ, എന്നാലും ചെറിയ തിരക്കുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നേ. പിന്നെ 250 കല്യാണത്തിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു കേട്ടോ ഈ ദിവസം. ഏട്ടൻ ഇതാ കണ്ണനെ എവിടുന്നോ കൂട്ടിക്കൊണ്ടുവരുന്ന. കണ്ണനൊക്കെ ബസ്സിൽ വന്ന ആളാണേ. പക്ഷേ അവരൊക്കെ കാലിക്കറ്റിൽ നിന്ന് ഗുരുവായൂർക്ക് എത്രയോ നേരത്തെ എത്തിയിട്ടോ. ഞങ്ങൾ ഇവിടുത്തെ ഹോട്ടലിൽ നിന്ന് ഒരുങ്ങി ഇറങ്ങാൻ വേണ്ടിയിട്ട് കല്യാണം വരെ കഴിയേണ്ടി വന്നേ. ഏട്ടൻ പിന്നെയും ചോദിക്കുന്നുണ്ട് എമ്പക്ക് അങ്ങോട്ടേക്ക് തന്നെ പോയാൽ പോരെ, ഇവരൊക്കെ അപ്പം അങ്ങോട്ടാ വരിക, അപ്പം എമ്പക്ക് നേരത്തെ പോയി നിന്നൂടേന്ന്. പക്ഷേ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് സാരിയൊക്കെ കൊടുത്ത് ഇവിടെ വരെ വന്നിട്ട് ഒരു ഫോട്ടോയും വീഡിയോയും പോലും ഇല്ലെങ്കിൽ അതെങ്ങനെയാ ശരിയാവുക. നിലത്ത് വെച്ച അച്ചു ഓടിപ്പോട്ടോ. അവൻ ഈ ഡ്രസ്സൊക്കെ ഇട്ടപ്പോൾ ഏതോ വലിയ ആളെ പോലെയാണെന്ന് തോന്നുന്നു ഫീൽ ചെയ്യുന്നത്. ഏട്ടൻ അവനെ പിടിച്ച് വലിച്ച് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ഒരു കുട്ടി അച്ചുവിനെ ഹായ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്, അവരൊക്കെ അച്ചുവിനെ നോക്കുന്നുണ്ടായിരുന്നേ. അച്ചുവിനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഈ മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ടപ്പോൾ. അച്ചുവും വലിയ ആളെ പോലെ അവരുടെ അടുത്ത് ഹായ് ഒക്കെ പറഞ്ഞിട്ട് തക്കം കിട്ടിയാൽ മുങ്ങാനുള്ള പരിപാടിയാണ്. ഏട്ടനല്ലേ ആള് വിട്ടുകൊടുത്തില്ല, ഓൻ്റെ മുന്നിൽ തന്നെ കയറി നിന്നേ. അപ്പോൾ ഇതാ ഒരു മുത്തശ്ശി അച്ചുവിനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ
മുഖം നോക്കിയ എന്തോ എന്തോ ഒരു സന്തോഷമുള്ള പോലെ ഇല്ലേ അച്ഛനെ കണ്ടിട്ട്. അത് കണ്ടപ്പോൾ എനിക്കും വല്ലാത്തൊരു സന്തോഷമായേ. അച്ഛന് ഇനി നിലത്ത് വെച്ചിട്ടുണ്ടേ പണിയാവുമെന്ന് തോന്നിയിട്ടാന്ന് തോന്നുന്നു ഏട്ടൻ ഓനെ എടുത്ത് നടക്കാൻ തുടങ്ങിയേ. പിന്നെ ഈ ഭാഗത്തേക്കൊക്കെ എത്തിയപ്പോഴത്തേക്ക് കുറേ കപ്പിൾസ് കല്യാണമൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ടായിരുന്നേ. പിന്നെ കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഉള്ള ആൾക്കാർ വേറെ ഉണ്ടായിരുന്നു. ഇവിടെ വരെ വന്നിട്ട് കല്യാണം കാണാൻ പറ്റാത്തതിൻ്റെ വിഷമം ശരിക്കും ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. എന്തായാലും വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് ഇവിടെ ആഡ് ചെയ്തേക്കാവേ. പിന്നെ ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അത് കഴിഞ്ഞപ്പം ഞാനും ഏട്ടനും അച്ചും കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അപ്പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെയാണെങ്കിൽ വലിയൊരു മരമുണ്ട്. ആ മരത്തിൻ്റെ മുകളിൽ നിറച്ച് കൊക്കാണ് കേട്ടോ. അതിൻ്റെ താഴെ കൂടെയൊക്കെ പേടിച്ചേ വരാൻ പറ്റുള്ളൂ. പിന്നെ ഞങ്ങൾ ഇപ്പുറത്തേക്ക് എത്തിയതിന് ശേഷം കേട്ടോ അത് കണ്ടിട്ടുണ്ടായിരുന്നേ. ഭാഗ്യത്തിന് മേലൊന്നും ആയിട്ടൊന്നുമില്ല. ഇവിടെ കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നേ. ഞങ്ങൾ മാത്രമല്ല, കല്യാണം കഴിഞ്ഞ് വരുന്നവരൊക്കെ ഇവിടുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അച്ചുവിനെ ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഉണ്ണിക്കുട്ടൻ എന്തൊക്കെയോ കളിക്കുന്നുണ്ട്. അവനെ നിലത്ത് വെച്ച് അവൻ ഓടിപ്പോട്ടോ. പിന്നെ ഭയങ്കര വാശിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എടുക്കാൻ നോക്കുക, എൻ്റെ അടുത്തേക്ക് വേഗം വന്നിട്ടുണ്ട്. പിന്നെ അച്ചുവിൻ്റെ ഫോട്ടോ നല്ലതൊന്നും കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് അവനെ വെച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷേ അവൻ തീരെ നിന്നിരുന്നില്ല കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ അമ്പലത്തിൻ്റെ ഉള്ളിലൊരു മീൻ ചത്ത് കിടക്കുകയാണ്. എവിടുന്ന് വന്നാന്നൊന്നും അറിയില്ല. ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് തന്നെ വന്നേ. ആ സമയത്ത് ഇതാ മുന്നിൽ ഒരുപാട് ആൾക്കാർ കൂടി നിൽക്കുന്നതൊക്കെ കണ്ടേ. അപ്പം ഞാൻ വിചാരിച്ച് നമ്മളെ ആൾക്കാരാന്ന്. പക്ഷേ അല്ല, ഈ ഒരു ഹോട്ടലിൻ്റെ ഉള്ളിൽ വേറെയും ഹോളുകളുണ്ട് കേട്ടോ. ഒന്നിൽ ഞങ്ങളത് വേറൊന്നിൽ നടക്കുന്ന കല്യാണത്തിൻ്റെ ആണ് കേട്ടോ ഇത്. ഞങ്ങൾ വേറെ സൈഡിൽ കൂടെ കയറി വന്നതാട്ടോ ഇങ്ങോട്ട്. എത്തിപ്പെട്ടതാണെങ്കിലോ നേരെ ഇതിൻ്റെ മുന്നിലേക്ക്. ഇവിടെ മോഹിനിയാട്ടവും കഥകളിയും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് മറ്റേ കല്യാണത്തിൻ്റെ ആട്ടോ, നമ്മളതല്ലേ. എനിക്ക് അവരെ കൂടെ ഫോട്ടോ എടുക്കണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എല്ലാം അവിടെ കറങ്ങി തിരിഞ്ഞ് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും പോയ സമയത്ത് ഞാൻ ചെന്ന് ഫോട്ടോ എടുക്കാനൊക്കെ നോക്കിയിട്ടുണ്ട് കേട്ടോ. ശ്രീകുട്ടി വന്നിട്ടുണ്ടായിരുന്നേ ഇതിൻ്റെ ഇടയ്ക്ക്. അവളും ഇവരെ കൂടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ ഹോളിലേക്ക് പോകാൻ ലിഫ്റ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ശ്രീകുട്ടീൻ്റെ ഫോട്ടോഗ്രാഫറൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നേ. കുറുക്കൻ്റെ കണ്ണ് കോഴിക്കൂട്ടിൽ എന്ന് പറഞ്ഞ പോലെ അച്ചുവിൻ്റെ കണ്ണ് മൊത്തം ആ ക്യാമറേൻ്റെ മുകളിലാണ്. അങ്ങനെ അത് പിടിച്ച് വാങ്ങാനൊക്കെ ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഹോളിലെല്ലാം സെറ്റ് ആയിട്ടുണ്ടായിരുന്നേ. ഇനി ശ്രീകുട്ടി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇങ്ങോട്ട് വരികയാണേ ചെയ്യുക. നമ്മൾ അമ്പലത്തിൽ നിന്ന് ജസ്റ്റ് ഒരു താലികെട്ട് മാത്രമേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി ചടങ്ങുകളൊക്കെ നടക്കുന്ന ഇവിടുന്നാണ്. പിന്നെ ഗണപതി ഹോമത്തിന് ഹോമകുണ്ട ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുകയാണ് കേട്ടോ ഇവിടെ നിൽക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ക്യാമറാമാൻ എൻ്റെ അടുത്ത് പറയുകയാണ്, നിൻ്റെ വീഡിയോസൊക്കെ വന്നു കഴിഞ്ഞിട്ടേ ഞങ്ങളെ വീഡിയോ വരലുണ്ടാവുള്ളൂ, ഞങ്ങൾ വരാൻ ഒരുപാട് ലേറ്റ് ആവുമെന്ന്. എനിക്കിപ്പോൾ തോന്നുന്നത് ഇവരെ വീഡിയോസൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്ന്. അത്രയും ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ വീഡിയോയുടെ. ഈ മക്കൾക്കൊക്കെ ഡ്രസ് കോഡ് ഉണ്ടായിരുന്നേ. അതേപോലെ ആദിക്കും നീനുവിനും ഉണ്ണിമോക്കും ഡ്രസ് കോഡായിരുന്നു കേട്ടോ. അവർ ധാവണിയായിരുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നേ. ആദിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ധാവണിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അച്ചു കച്ചറയാക്കുന്നെന്ന് പറഞ്ഞ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ഞങ്ങൾ അവനെ ഉറക്കാൻ പോവാണ് കേട്ടോ. ആ സമയത്ത് ഇതാ നമ്മുടെ കല്യാണച്ചക്കൻ ലിഫ്റ്റിൽ ഉണ്ടായിരുന്നേ. പിന്നെ അച്ചുവിനെ ഉറക്കിയിട്ട് ഏട്ടൻ അവിടെ നിന്നിട്ടോ. അവനെ ഒറ്റയ്ക്കാക്കി വന്നാൽ ശരിയാവില്ലല്ലോ. ഞാൻ മാത്രമാണ് ഹോളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും ഇവിടെ ശ്രീകുട്ടി വന്നിട്ടുണ്ടായിരുന്നു. ചടങ്ങുകളൊക്കെ തുടങ്ങുന്നുണ്ട്. ഇനി അങ്ങോട്ട് ഓൺ വോയിസ് ആയിരിക്കും, ഞാൻ സംസാരിക്കില്ല. കല്യാണത്തിന് എപ്പോഴും ഡുണ്ടും ബി പി കേൾക്കുന്നതല്ലേ അതിൻ്റെ ഒരു സുഖം.
അങ്ങനെ മെയിനായിട്ടുള്ള കല്യാണത്തിൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവർക്ക് പാല് കൊടുക്കുന്ന പരിപാടിയാണ് കേട്ടോ. അതിങ്ങനെ എല്ലാവരും വന്ന് സ്പൂണിൽ കോരി കൊടുക്കുകയാണ് ചെയ്യുക. ഞാനും പോയിട്ടുണ്ടായിരുന്നു കൊടുക്കാൻ. അച്ചുവിൻ്റെ അടുത്ത് ഇരിക്കുകയായതുകൊണ്ട് ഏട്ടൻ ഈ പരിപാടിയിലൊന്നും പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ. അതേപോലെ ഞങ്ങൾക്ക് ഒരുമിച്ചൊരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയില്ല. അച്ചുവിൻ്റെ ഫോട്ടോയും എടുക്കാൻ പറ്റിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ചു ഏട്ടനും കൂടെ താഴോട്ട് വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ അവിടെ കുറച്ച് നേരം ഇങ്ങനെ കറങ്ങിയൊക്കെ നടന്നിട്ട് ഞങ്ങൾ മുകളിൽ റൂമിലേക്കൊന്ന് പോവുകയാണ്. ആ സമയത്ത് ഇതാ ലിഫ്റ്റിൻ്റെ അകത്ത് ശ്രീകുട്ടി, അവളെ കെട്ടിയോനും പിന്നെ ഫോട്ടോഗ്രാഫേഴ്സും എല്ലാവരും ഉണ്ട് കേട്ടോ. ഇവരൊക്കെ ഫോട്ടോ എടുത്ത് വരുന്ന വഴിയാണ്. അച്ചു നല്ല കച്ചറ ഉണ്ടാക്കുന്നുണ്ടായിരുന്നേ. അവൻ ആരെടുത്തേക്കും പോകുന്നില്ല, ഏട്ടൻ്റെ അടുത്ത് മാത്രമേ നിൽക്കുന്നുള്ളൂ. എല്ലാവരും വന്ന് എടുക്കാനൊക്കെ നോക്കുന്നുണ്ട്, എന്നാലും അവൻ ആരെടുത്തേക്കും പോകുന്നില്ല കേട്ടോ. പിന്നെ നന്നായിട്ട് വിശപ്പും ഉണ്ട് തോന്നുന്നു. ഉച്ചയായിട്ടുണ്ടായിരുന്നു, ഉച്ച കഴിയാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ ഫുഡൊക്കെ കഴിച്ച് വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഇതുവരെ ഒന്നും കഴിച്ചില്ല. ഞാനും അർച്ചനയാണെങ്കിൽ ഇന്നലെ കഴിച്ച ഫുഡാണ്, ഇന്ന് രാവിലെ ഒന്നും കഴിച്ചിട്ടുമില്ല. ഞാൻ കഴിക്കാൻ വേണ്ടി അവിടെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഫുള്ളായിട്ടുണ്ട്. ഞാനപ്പോൾ തിരിച്ചു വരാൻ നിൽക്കുമ്പോൾ അമ്മയും അഭിഷേകം അവിടെ ഇരിക്കുന്നത് കണ്ട്. അപ്പോൾ അമ്മ മാറി തന്നു കേട്ടോ, എന്നോട് ഇരുന്നോളാൻ പറഞ്ഞ്. അച്ചുവിന് നല്ല വിശപ്പുണ്ടായിരുന്നോണ്ട് ഞാൻ അവിടെ കയറി ഇരുന്നേ. ഇവർ ചോറാണെങ്കിൽ കുറച്ചാണ് വിളമ്പുന്നത്. അച്ചു തിന്നു കേട്ടോ ഇത്ര ചോറൊക്കെ. എനിക്കും അച്ഛനും കൂടെ ഇത്രയാണ് വിളമ്പിയത്. എനിക്കാണെങ്കിൽ രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പും ഉണ്ടായിരുന്നു കേട്ടോ. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ചു നല്ല കച്ചറിയായിരുന്നേ. എനിക്കും കഴിക്കാൻ പറ്റുന്നില്ല, ഓനും കഴിക്കാൻ പറ്റുന്നില്ല. നല്ല അലമ്പാക്കുക കേട്ടോ. അവസാനം ഏട്ടൻ വന്ന് അവനെ എടുത്തു കൊണ്ടുപോവുകയാണ് ചെയ്തത്. എനിക്കാണെങ്കിൽ നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അവൻ പോയതിന് ശേഷം കേട്ടോ എനിക്ക് നല്ലോണം കഴിക്കാൻ പറ്റിയത്. പിന്നെ ശ്രീകുട്ടിയും അഭിഷേകും ഒക്കെ ഫുഡ് കഴിക്കാനിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ദീപേച്ചി എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ചേച്ചീൻ്റെ വർക്ക് ഇതോടെ തീർന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അഭിഷേകിൻ്റെ നാട്ടിലേക്കാണ് ഞങ്ങൾ പോവുക റിസപ്ഷന്. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ലേറ്റ് ആവും. അപ്പം ദീപേച്ചി ഇപ്പം തന്നെ പോവുകയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേച്ചി നേരത്തെ തന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാണ് എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. ചേച്ചിക്ക് ഇവിടുത്തെ സ്ഥലമൊന്നും പരിചയമില്ലാത്തതുകൊണ്ട് ഒന്ന് ബസ് സ്റ്റാൻഡ് വരെ ആക്കി കൊടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏട്ടനായിരുന്നു കേട്ടോ ചേച്ചീനെ കൊണ്ടാക്കാൻ പോയിട്ടുണ്ടായിരുന്നേ. പിന്നെ എല്ലാവരും റിസപ്ഷന് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ്. ഞാൻ കുറച്ച് നേരത്തെ മാറ്റിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ധാവണി എടുത്തിട്ട് അച്ഛനെ ഫീഡ് ചെയ്യാനൊന്നും പറ്റാത്തതുകൊണ്ട് ഞാൻ ഡ്രസ്സൊക്കെ വേഗം മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ഞങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ദീപേച്ചീൻ്റെ ലഗേജും ഞങ്ങളെ കൂടെ ഉണ്ട് കേട്ടോ. ചേച്ചി ബസ്സിന് പോവുകയായതുകൊണ്ട് എല്ലാം കൂടെ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളായിരുന്നേ ലഗേജൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. വണ്ടി നിർത്തി എല്ലാവരെയും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ അച്ചു മുകളിൽ ആരോ കണ്ടിട്ട് അവരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണേ. ഞങ്ങളെ കൂടെ കാറിൽ അശ്വതീച്ചി, ഷീജേച്ചിയാണ് ഉള്ളത്. ബാക്കിയുള്ളവരൊക്കെ വഴിയേ വരുന്നുണ്ട് കേട്ടോ വേറെ വണ്ടിയിലായിട്ട്. പിന്നെ എൻ്റെ അമ്മ ഒരു മോതിരം വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, കൃഷ്ണൻ്റെ ഫോട്ടോ ഉള്ള. പക്ഷേ ഞാനത് വാങ്ങാൻ വിട്ടുപോയിട്ടോ. ഈ അവസാന നിമിഷം എനിക്ക് ഓർമ്മ വന്നേ. ഞാൻ അവിടുന്ന് ഒരു മോതിരം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഇങ്ങോട്ട് വരുമ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന ഡാർക്ക് ഫാൻറ്റസീൻ്റെ ഒരു പാക്കറ്റ് വണ്ടിയിൽ ബാക്കി ഉണ്ടായിരുന്നേ. എനിക്ക് പെട്ടെന്നാണ് കേട്ടോ അത് ഓർമ്മ വന്നത്. അപ്പം തന്നെ ഞാൻ അതെടുത്ത് മുഴുവനും കഴിച്ചേ. പോകുന്ന വഴിക്ക് അച്ഛൻ്റെ ഡയപ്പർ ഹെവി ആയപ്പോൾ അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി വണ്ടി ഒന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ യാത്ര
കണ്ടിന്യൂ ചെയ്തു. കുറച്ച് ദൂരം പോകാനുണ്ടായിരുന്നു കേട്ടോ. മലപ്പുറത്താണ് അഭിഷേകിൻ്റെ വീട്. ഞങ്ങൾ വീട്ടിലേക്കല്ല പോകുന്നത്, വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഹോളിൽ വെച്ചാട്ടോ ഫംഗ്ഷനൊക്കെ നടക്കുന്നത്. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഹോളിലെത്തി വണ്ടി പാർക്ക് ചെയ്തപ്പോൾ അപ്പുറത്തെ സൈഡിലേക്ക് കുറച്ച് ആൾക്കാർ പോകുന്നത് കണ്ടേ. അപ്പം ഞങ്ങളും അങ്ങോട്ടൊന്ന് പോയി നോക്കിയത്. ഇനി അവിടെ എന്തോ ലേക്കോ പുഴയോ എന്തോ ആണ് കേട്ടോ. എന്തായാലും അവിടെ എന്തൊക്കെയോ ബോട്ട് റൈഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് തോന്നുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇപ്പോൾ കാറിൽ വന്നവർ മാത്രമേ എത്തിയിട്ടുള്ളൂ, ബസ് എത്തിയിട്ടില്ല. അപ്പം ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്യണേ, ഇപ്പോഴേ അങ്ങോട്ട് കയറണോ അതോ ബസ്സൊക്കെ വന്ന് എല്ലാവരും ഒരുമിച്ച് കയറിയാൽ മതിയോ എന്ന്. ഞങ്ങൾ വിളിച്ച് നോക്കിയപ്പോൾ അവർ കുറച്ച് ദൂരം കൂടെ വരാനുണ്ട്, ഇത്തിരി കൂടെ ലേറ്റ് ആവേ. അതുകൊണ്ട് ഞങ്ങൾ വേഗം കയറാമെന്ന് വിചാരിച്ചു അങ്ങോട്ട്. ഞങ്ങൾ സ്റ്റേജിലേക്കൊന്നും കയറിയില്ല, എല്ലാവരും വന്നതിന് ശേഷം സ്റ്റേജിലേക്ക് കയറാമെന്ന് വിചാരിച്ച്. പിന്നെ അതാ അഭിഷേകും ശ്രീകുട്ടിയാണെങ്കിൽ ഭയങ്കര തിരക്കിലാണ്. ഫോട്ടോ എടുക്കാൻ വേണ്ടി ആൾക്കാർ ക്യൂ നിൽക്കുകയായിരുന്നേ. അവർ കുറച്ച് പേര് പോകുമ്പോൾ അടുത്ത ആൾ കയറി വരും, പിന്നെ പോകുമ്പോൾ അടുത്ത ആൾ കയറി വരും. അങ്ങനെ എണീക്കുക ഇരിക്കുക ഇത് തന്നെയായിരുന്നു കേട്ടോ അവർക്ക് പരിപാടി. ഇന്ന് ശ്രീകുട്ടി അഭിഷേകും സെലിബ്രിറ്റി ആയിരുന്നു കേട്ടോ. അച്ചു ഇതിൻ്റെ ഇടയ്ക്ക് സ്റ്റേജിലേക്ക് കയറാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നേ. പക്ഷെ എന്താണെന്നറിയില്ല, കയറിയിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോന്ന്. അവളെടുത്തേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ലേ. പിന്നെ ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ വന്നാണ്. ഇത്ര നേരമായിട്ടും ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ബസ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ലേ. ഞാൻ ഫുഡ് കഴിച്ച് പകുതി ആയതിൻ്റെ ശേഷമാണ് ബസ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും പിന്നെ ചിക്കൻ ഫ്രൈയും ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. വെജിലും എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ നോൺ ആയിരുന്നു എടുത്തത്. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഇതേ ഈ ഇരിക്കുന്ന ആളാണ്. ഇത് അഭിഷേകിൻ്റെ അളിയൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അപ്പം ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഫുഡൊക്കെ കഴിച്ച് വന്നിട്ട് ഞങ്ങളെ ഫാമിലി ഇങ്ങനെ കുറച്ച് ആൾക്കാരായിട്ട് പോയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വരികയാണ്. ഞാനും അഭിയേട്ടനും അമ്മയും അച്ഛനും ഒക്കെ നേരത്തെ പോയി എടുത്ത് വന്നിരിക്കുകയാണ്. ഇതിപ്പോൾ ഞാനും ഏട്ടനും പിണങ്ങിയിട്ടിരിക്കുക കേട്ടോ. എന്തിനാ പിണങ്ങിയെന്നൊന്നും ഓർമ്മയില്ല, അതെപ്പോഴും അങ്ങനെയാണ്. പിണങ്ങിയിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഞങ്ങൾ നന്നായി കഴിഞ്ഞാൽ പിന്നെ എന്തിനാ പിണങ്ങിയെന്ന് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഓർമ്മ ഉണ്ടാവില്ലേ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. ശ്രീകുട്ടീനോട് യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ബാക്കിൽ നിന്ന് പറയുന്നുണ്ട് ശ്രീകുട്ടിയെ ഒന്ന് കരയെന്ന്. അവൾ എന്തായാലും കരയുന്നില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇനി ഞാൻ തന്നെ കരഞ്ഞേക്കാം, കരയുന്ന പോലെ ഒന്ന് ആക്റ്റൊക്കെ ചെയ്യാന്ന്. അങ്ങനെ ഞാൻ അവളെ എടുത്ത് പോയിട്ട് കരയുന്ന പോലെ ആക്ട് ചെയ്യാണ് കേട്ടോ. അപ്പോഴതാ അച്ചു അഭിയേട്ടനും കൂടെ വരുന്നേ. അഭിയേട്ടനും അവളെങ്ങനെ കളിയാക്കി കരയെന്ന് പറയുന്നുണ്ട്. അച്ചുവിനെ കൊണ്ടും കരയുന്ന പോലെ ആക്ഷനൊക്കെ കാണിക്കുക കേട്ടോ. സംഭവം അവൻ ശരിക്കും കരയുന്നുണ്ട്. അതെങ്ങനെയും ഇവിടെ നിന്ന് പോവാൻ വേണ്ടിയാണ്. അവൻ അത്രയും ഭ്രാന്ത് പിടിച്ചിരിക്കുക കേട്ടോ. പിന്നെ ലാസ്റ്റേക്ക് ആയപ്പോൾ എല്ലാവരും കൂടെ അവളെ കരയിച്ചിട്ടോ. ഞാൻ ആ വീഡിയോസ് ഒന്നും എടുത്തില്ല. എല്ലാവരും കുറച്ചായിട്ട് കരയാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോഴേക്കും ഞാൻ അവിടുന്ന് എസ്കേപ്പ് ആയിട്ടോ. ഇനി നിന്നിട്ടേ ചിലപ്പോൾ ഞാൻ ശരിക്കും കരഞ്ഞാലോ. ഓരോരുത്തർ ഇതാ യാത്രയൊക്കെ പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളും ഇതാ വണ്ടിയിൽ കയറി. ഇപ്പം ഞങ്ങളെ കൂടെ അച്ഛനും പിന്നെ ഇളയച്ചനും ആണ് കേട്ടോ ഉള്ളത്. ശ്രീകുട്ടീൻ്റെ കല്യാണത്തോടനുബന്ധിച്ചുള്ള വീഡിയോസൊക്കെ ഇവിടെ തീരുകയാണ്. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.